going on, what we think. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SSLC ICT പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഭൂരിഭാഗം കുട്ടികളും ഇപ്പോൾ SSLC ICT പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയും കുറച്ച് കുട്ടികൾ അടുത്ത വരും ദിവസങ്ങളിൽ പ്രാക്ടിക്കൽ ചെയ്യാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ പല കുട്ടികൾക്കും പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഒരു ടെൻഷൻ, ഒരു ആകുലതയൊക്കെയാണ്. കാരണം എന്താണ്, ഞാൻ മൂന്നാമത്തത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് സേവ് ചെയ്യാൻ മറന്നുപോയി. നാലാമത്തെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഇടയ്ക്ക് സമയം തീർന്നുപോയി. അതുപോലെ ഞാൻ എഴുതിയതിന് എനിക്ക് മാർക്ക് കിട്ടും. ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള സംശയങ്ങളാണ് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിനും ആ ഓരോ മെസ്സേജ് കാണിച്ചുകൊണ്ട് തന്നെ മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരോ സംശയങ്ങളിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അജു ജെസ്സി ചോദിച്ചിട്ടുണ്ട്, പ്രാക്ടിക്കൽ സേവ് ചെയ്തില്ലെങ്കിൽ മാർക്ക് കിട്ടുമോ എന്ന്. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കൃത്യമായ നിർദ്ദേശം ആ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ കറണ്ട് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് അത് ഹോമിലെ എക്സാം ടൺ എന്ന് പറയുന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ക്വസ്റ്റ്യൻ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തനം ചെയ്യേണ്ടത്. അവസാനം നിങ്ങളെ പ്രാക്ടിക്കൽ പരീക്ഷ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഹോമിൽ എക്സാം ടൺ എന്ന് പറയുന്ന ഫോൾഡറിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത 4 പ്രവർത്തനവും അവിടെ കാണാൻ കഴിയും സാധാരണ നിലയ്ക്ക്. ഇനി ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തിട്ട് സേവ് ചെയ്യാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിന്റെ മുഴുവൻ മാർക്കും പോകും എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു സെക്ഷൻ, ഇപ്പൊ മൂന്നാമത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്, അതിന്റെ അവസാനം നിങ്ങൾ സേവ് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ള ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ മുഴുവൻ മാർക്കൊന്നും കളയില്ല. നിങ്ങളുടെ റൂമിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് ആ ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഓരോ സമയത്തും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്ന് റൂമിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവസാനത്തെ ഈ ഫയൽ അവിടെ ഉണ്ടോ എന്നുള്ള ഒരു ചെക്കിംഗ് ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിക്ക് ഇത് അറിയാം എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ സേവ് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മാർക്ക് മുഴുവനായിട്ടും കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട. അതുണ്ടാവില്ല എന്ന് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനം നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. അവസാനം സേവ് ചെയ്യാൻ മറന്നെങ്കിലും ഓക്കെ. അപ്പൊ ധൈര്യമായിട്ടിരിക്കുക, അതിന്റെ പേരിൽ ആരുടെയും മാർക്ക് കുറയാൻ പോകുന്നില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, ആർദ്രയാണ് ചോദിച്ചിരിക്കുന്നത്. സാർ, ഞാൻ IT എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു, ബട്ട് സേവ് ചെയ്ത ഫോൾഡർ നോക്കിയപ്പോൾ ഫസ്റ്റിലത്തെ ഇങ്ക്സ്കേപ്പ് ആക്ടിവിറ്റി കാണാതായി, എനിക്ക് പേടിയായി, മിസ് പറഞ്ഞു കുഴപ്പമില്ല എന്ന്. അപ്പോൾ ഇവിടെയും എന്താണ് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ക്സ്കേപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഫോൾഡറിൽ നിങ്ങളുടെ ഫയൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങളത് സേവ് ചെയ്യാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും പാത്ത് കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പം വേറെ ഏതെങ്കിലും ഫോൾഡറിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻവിജിലേറ്റർ നിങ്ങൾ ആ പ്രവർത്തനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് ഓൾറെഡി അവർ തന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മാർക്ക് തരും, അതിന് മാർക്ക് കുറയ്ക്കില്ല. സേവ് ചെയ്യാൻ മറന്നുപോയി എന്നുള്ള കാരണം കൊണ്ട് ഒരു കുട്ടിയുടെയും മാർക്ക് കുറയ്ക്കില്ല. നിങ്ങൾ ആ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്റർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻവിജിലേറ്റർ ആണ് അവസാനം അതിന് മാർക്ക് നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും ആവശ്യമില്ല. അടുത്ത ഒരു സംശയം ചോദിച്ചിരിക്കുന്നത് ശ്രീഹരിയാണ്. ശ്രീഹരി ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, IT തിയറി മോഡൽ എക്സാമിന് ചോദിച്ചത് മാത്രം പഠിച്ചാൽ മതിയോ എന്നാണ്. അപ്പോൾ തിയറി നമുക്കറിയാം, തിയറി ക്വസ്റ്റ്യൻസ് വാല്യൂ ചെയ്യുന്നത് കമ്പ്യൂട്ടർ തന്നെയാണ്.
അപ്പോൾ അതിൽ 2 സെക്ഷൻസ് ഉണ്ട്. ആദ്യത്തെ സെക്ഷനിൽ 10 ചോദ്യങ്ങളുണ്ട്, രണ്ടാമത്തെ സെക്ഷനിൽ 10 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തേതിൽ ഒക്കെ വൺ വേർഡ് ടൈപ്പ് അല്ലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അവിടെ ഒന്നേ ടിക്ക് ചെയ്യാനുള്ളൂ. എന്നാൽ രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് 2 വീതം ടിക്ക് ചെയ്യാനുണ്ട്. ഈ 2 സെക്ഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതുവരെ IT മോഡൽ പരീക്ഷയ്ക്ക് വന്ന അതേ ചോദ്യങ്ങൾ തന്നെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. കാരണം തിയറിക്ക് വേറെയും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, വേറെയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തിയറി ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കാണുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് പഠിച്ച് പോവുക. അതേ ചോദ്യങ്ങൾ മോഡലിന് വന്ന അതേ ചോദ്യങ്ങൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിന്ദു സാബു ആണ്. സാർ 2 ക്വസ്റ്റ്യൻ മിനിമൈസ് ചെയ്തു, പക്ഷെ സേവ് ആയോ എന്നൊരു സംശയം. അപ്പോൾ ഈ സംശയമാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ പല ആൾക്കാർക്കും ഇനി ഞാൻ ചെയ്തിട്ടുണ്ടാവോ, ഞാൻ സേവ് ചെയ്ത് കറക്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള സംശയമാണ്. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ ആ പ്രവർത്തനം ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ആ പ്രവർത്തനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആ പ്രവർത്തനത്തിലെ ഓരോ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ റൂമിൽ നിൽക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സാമിനേഴ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലെ ഓരോ സ്റ്റെപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കുകൾ അവർ ആ സമയത്ത് അത് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സേവ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ആ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഷെറിൻ മെറിൻ ചോദിച്ചിരിക്കുന്നു, എനിക്ക് പ്രാക്ടിക്കൽ പൈത്തൺ ആക്ടിവിറ്റി സേവ് ചെയ്യാൻ പറ്റിയില്ല, ബട്ട് ഞാൻ ചെയ്യുന്ന ടീച്ചർ കണ്ടായിരുന്നു, അപ്പോൾ ഫുൾ മാർക്ക് കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഷെറിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതായത് നിങ്ങൾ ഓരോ പ്രവർത്തനം ആരംഭിക്കുന്ന സമയം മുതൽ നിങ്ങൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ചെയ്യുന്നത് അവിടെയുള്ള ഇൻവിജിലേറ്റേഴ്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസാനത്തെ സേവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുകയോ അല്ലെങ്കിൽ നിങ്ങൾ പൈത്തൺ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഓരോ സ്റ്റെപ്പും ടൈപ്പ് ചെയ്യണം. അതിൽ ഏതെങ്കിലും സ്പേസ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയില്ല. അപ്പോൾ അത് അവസാനം നമ്മൾ സേവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾ അവസാനം അതിൻ്റെ പ്രവർത്തനമൊക്കെ ഇൻവിജിലേറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അതിൽ അവസാനത്തെ സേവ് ചെയ്യാൻ വിട്ടുപോയത് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ അത് അവസാനം സേവ് ചെയ്തപ്പോൾ വേറെ ഫോൾഡറിലായി പോയത് കൊണ്ട് മാത്രം നിങ്ങളുടെ മാർക്കൊന്നും കുറയ്ക്കുകയില്ല. ഇനി മറ്റൊരു സംശയം ചോദിച്ചിരിക്കുകയാണ് ശശീന്ദ്രൻ വി. മറ്റേ സബ്ജക്റ്റ് വാലുവേഷൻ ചെയ്യുന്നത് പോലെയാണോ IT വാലുവേഷൻ? അപ്പോൾ IT വാലുവേഷൻ മറ്റ് സബ്ജക്റ്റുകൾ വാലുവേഷൻ പോലെയല്ല. IT ചില വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് IT പരീക്ഷയ്ക്ക് നമുക്കൊരിക്കലും റീവാലുവേഷൻ അപേക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് റീവാലുവേഷൻ ഇല്ല. പിന്നെ അതിൻ്റെ മാർക്കുകളൊക്കെ ആ പരീക്ഷ കഴിയുമ്പോൾ തന്നെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്കൂളിലെ പരീക്ഷ എന്നാണോ തീരുന്നത്, ലാസ്റ്റ് ബാച്ച് കഴിയുന്നത്, അന്ന് തന്നെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിൻ്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്ന് മാർക്ക് ഇടുകയല്ല, അന്ന് തന്നെ അതിൻ്റെ മാർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകത IT പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഉണ്ട്. ഇനി നമ്മുടെ മലയാളി ഗെയിമിങ്ങിന് ഒരു സംശയം. IT റെക്കോർഡ് ബുക്ക് കാണിച്ചു, പിന്നെ അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോന്നു. പക്ഷേ അപ്പോൾ കുട്ടികൾ പറഞ്ഞു എന്താണ് റെക്കോർഡ് ബുക്ക് വീട്ടിൽ കൊണ്ടുപോയത് കൊണ്ട് 2 മാർക്ക് കിട്ടില്ല എന്ന്. എന്താണ് ചെയ്യുക? നിങ്ങളുടെ റെക്കോർഡ് ബുക്കിനുള്ള 2 മാർക്ക് നിങ്ങൾ റെക്കോർഡ് അവിടെ കാണിക്കുമ്പോൾ അത് നോക്കിയിട്ട് അവിടെയുള്ള ടീച്ചേഴ്സ് അത് നോക്കി അതിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അവരവിടെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അവർ അതിനുള്ള മാർക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം സാധാരണഗതിയിൽ അത് സ്കൂളിൽ തന്നെ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പം അത് തിരിച്ചു കൊടുത്തു വിടുകയോ ചെയ്യും. അതൊന്നും ഒരു പ്രശ്നമില്ല. IT-യുടെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് നിങ്ങളവിടെ പരീക്ഷയ്ക്ക് കയറുമ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട് ഈ നിങ്ങളുടെ പുസ്തകം. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ മാർക്ക് ഓൾറെഡി എൻറ്റർ ചെയ്തിട്ടുണ്ടാവും. ഇത് വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ട് ആരുടെയും മാർക്കൊന്നും പിടിച്ചു വെക്കില്ല.
അത് തിരിച്ച് കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയോ അല്ലെങ്കിൽ സ്കൂളിൽ ഏൽപ്പിക്കുകയോ ചെയ്യാറാണ് പതിവ്. ഇനി അടുത്തൊരു സംശയം അതിഥി ചോദിച്ചിരിക്കുകയാണ്. സർ, വെബ് ഡിസൈനിങ്ങിൽ അവർ പറഞ്ഞ മാറ്റങ്ങൾ അവിടെ നൽകി സേവ് ചെയ്താൽ മാത്രം പോരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അത്രയും തന്നെ ചെയ്യാനുള്ളൂ. അതായത് നമ്മൾ ഒരു HTML ഫയൽ നമുക്ക് അതിലെ ഡോക്യുമെന്റ് ഫോൾഡറിലുണ്ട്. ആ ഫയൽ നമ്മൾ എടുക്കുന്നു, നമ്മളത് ടെക്സ്റ്റ് എഡിറ്റർ വെച്ച് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങൾ ടെക്സ്റ്റ് എഡിറ്ററിൽ കൊടുക്കുന്നു. ചിലപ്പോൾ സൈസ് കൂട്ടാനായിരിക്കും, അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാനായിരിക്കും. അതിനുശേഷം ആ ഫയൽ ഒന്നെങ്കിൽ സേവ് ആസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ exam10 ഫോൾഡറിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ സേവ് ചെയ്താൽ നമ്മൾ അത് എടുത്ത് കോപ്പി ചെയ്ത് ഈ പറയുന്ന exam10 ഫോൾഡറിലേക്ക് ഇടാം. ഇനി അതല്ല, നിങ്ങൾ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ വരുത്തി അതിൽ ക്ലിക്ക് ചെയ്ത് ആ വെബ് പേജ് ഇൻവിജിലേറ്റർ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻവിജിലേറ്ററിന് അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി പല കുട്ടികൾക്കും മനസ്സിലുള്ള ഒരു സംശയമാണ് ഇവിടെ നോ നെയിം ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഞാൻ IT എക്സാമിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സേവ് ചെയ്യാൻ നേരത്തെ ടൈം തീർന്നു പോയി, രജിസ്റ്റർ നമ്പറൊക്കെ ടൈപ്പ് ചെയ്തു, മാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. IT പരീക്ഷാ ഹാളിൽ നിങ്ങൾ കയറുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക, മറന്നു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്: ആ 4 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയെങ്കിലും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കാരണം? ചില കുട്ടികൾക്ക് എന്നിട്ടും അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് എന്താണ്? 3ാമത്തെ ചോദ്യം കഴിഞ്ഞു, 4ാമത്തെ ചോദ്യം സ്റ്റാർട്ട് എക്സാം കൊടുക്കുന്നതിന് മുമ്പ് സമയം തീർന്നു പോയാലാണ് പ്രശ്നം. അപ്പോൾ സ്റ്റാർട്ട് എക്സാം കൊടുക്കുന്നതിന് മുൻപ് സമയം തീർന്നു പോയെന്ന് വിചാരിക്കുക. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവിജിലേറ്ററിന് അതിൽ മാർക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്തു, നിങ്ങൾ ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം ക്വസ്റ്റ്യനൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോയതെങ്കിൽ അത്രയ്ക്കും ഒരു പ്രശ്നമേ അല്ല. കാരണം നിങ്ങൾ അത് ഓപ്പൺ ചെയ്തു, നിങ്ങൾക്ക് അതിന് മിനിമം മാർക്ക് കിട്ടും. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇൻവിജിലേറ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇവിടെ നോ നെയിം എന്തായാലും ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സമയം തീർന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് ഒരു പേടിയുടെയും ആവശ്യമില്ല, അതിൻ്റെ മാർക്ക് കിട്ടും, പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇരുന്നോളൂ. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല, സ്റ്റാർട്ട് എക്സാം കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക്, ഒരു പക്ഷേ അല്ല തീർച്ചയായിട്ടും അതിൻ്റെ മാർക്ക് നഷ്ടപ്പെടും. കാരണം അവിടെ സ്കോർ എൻ്റർ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ ആക്റ്റീവ് ആവില്ല. അപ്പോൾ ആർക്കും അതിൽ മാർക്ക് ഇടാൻ കഴിയില്ല, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ IT ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അബദ്ധങ്ങൾ പരീക്ഷ ഹാളിൽ പറ്റരുത്. ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് ആ അബദ്ധം പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ICTയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാലും ജനറൽ ആയിട്ടുള്ള ഒരു സംശയം. ഇപ്പം മിനിസ്റ്റർ പറയുന്നു വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആണെന്ന്, പേടിയാവുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വാല്യുവേഷൻ എല്ലാ വർഷവും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യാറ്. ആർക്കും വെറുതെ മാർക്ക് കൊടുക്കാറില്ല. പക്ഷേ നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. ഒരു കുട്ടിക്ക് പോലും അർഹതപ്പെട്ട ഒരു മാർക്കും വെട്ടിക്കുറയ്ക്കില്ല. മാർക്ക് കുറയ്ക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല. പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ ഇന്ന് മാർക്ക് കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാ പ്രാവശ്യത്തെയും പോലെ ടീച്ചേഴ്സാണ് മാർക്ക് ഇടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എഴുതിയതിന് ഉള്ള മാർക്ക്, കൃത്യമായ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആർക്കും വെറുതെ ഒരു വർഷവും മാർക്ക് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില വീഡിയോസൊക്കെ വരുന്നുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വരുന്നു. അതെന്തിനാണ്? അടുത്ത ദിവസം അത് അങ്ങനെ അല്ല എന്ന് പറയാൻ വേറൊരു വീഡിയോയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഏതായാലും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഒരാളുടെയും ഒരു മാർക്കും ആരും പിടിച്ചു വെക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. വാല്യുവേഷനൊക്കെ ടീച്ചേഴ്സിന് വിട്ടേക്കൂ. നിങ്ങളെന്തിനാണ് വാല്യുവേഷനെ കുറിച്ചൊക്കെ ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നല്ല എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം മോഡലിനും അതുപോലെ ICT പ്രാക്ടിക്കലിനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് കുട്ടികൾക്ക് ICTയിൽ A+ മാർക്ക് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തിയറി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ ഏകദേശം
എന്താണ് മോഡലിന് വന്നതുപോലെ തന്നെയുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ICTക്ക് ആർക്കും മാർക്ക് കുറയില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് എനിക്ക് മാർക്ക് പോകുമോ എന്നോർത്തുള്ള ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക്, പ്രാക്ടിക്കലിന് 2 മാർക്കുണ്ട്, അതുപോലെ തിയറിക്ക് 10 മാർക്കുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രാക്ടിക്കലിൻ്റെ 3 എണ്ണം അല്ലേ, 28 മാർക്ക്, അങ്ങനെ മൊത്തത്തിൽ 40 മാർക്കാണ് ഉള്ളത്. ഈ 40 മാർക്കിൽ 35 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് A+ ആണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി IT പരീക്ഷ പ്രാക്ടിക്കൽ എഴുതാനുള്ള കുട്ടികൾ നമ്മുടെ ചാനലിലെ ആ ഒരു പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തിയറി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഒന്ന് നോക്കുക. എന്നിട്ട് ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതിക്കൊള്ളുക. ഒന്നും പേടിക്കാനില്ല. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.